invite Abdul Ghafoor Sri T. Siddiq, Minister Designate, to take the oath of office and oath of ടി സിദ്ദിഖാണ് വയനാട്ടിൽ നിന്നുള്ള ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്നുള്ള MP കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയങ്കയും സഹോദരൻ രാഹുൽ ഗാന്ധിയും ഒക്കെ ചടങ്ങിൻ്റെ ഭാഗമാകുമ്പോൾ ഇത്തവണ വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകണം എന്നുള്ളത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്ന, പ്രത്യേകിച്ച് ഹൈക്കമാൻഡിൻ്റെ കൂടി നിർദ്ദേശമായിരുന്നു. അവിടെയാണ് ടി സിദ്ദിഖ് നേരത്തെ ഹൈക്കമാൻഡിലെ മുതിർന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ടി സിദ്ദിഖ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ടി സിദ്ദിഖ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ടി സിദ്ദിഖ് വയനാട്ടിൽ നിന്ന് മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. 2019 UDF തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥി. വയനാട് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയാണ്. ആര് മത്സരിച്ചാലും വിജയിക്കുന്ന മണ്ഡലമാണ് വയനാട്. അവിടെ ടി സിദ്ദിഖായിരുന്നു ആദ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. പിന്നീട് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ടി സിദ്ദിഖിന് ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറേണ്ടതായി വന്നു. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നറുക്കു വീഴുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പോരാട്ടത്തിൽ വിജയിച്ചു കയറി. മാത്രവുമല്ല LDF തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാൻ സിദ്ദിഖിന് സാധിച്ചിരുന്നു. പിന്നീട് തുടർച്ചയായ വിജയം സിദ്ദിഖിനെയും മന്ത്രിസഭയുടെ ഭാഗമാക്കുകയാണ്. ഏതു വകുപ്പാണ് സിദ്ദിഖിന് ലഭിക്കാൻ പോവുക എന്നുള്ളതാണ്. വയനാട് MP കൂടി ഓഫീസിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ആൾ ആണ് എന്നതുകൊണ്ട് തന്നെയാണ് ടി സിദ്ദിഖിന് പ്രധാനപ്പെട്ട വകുപ്പ് ലഭിക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ടി സിദ്ദിഖ് ഇതാ മന്ത്രിസഭയിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.